കഴിഞ്ഞ ദിവസം നമ്മളുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ തൊപ്പിയുടെ ലീസിനെടുത്ത വീട്ടിൽ എറണാകുളത്ത് റെയ്ഡ് നടക്കുകയും ലഹരി പിടിക്കപ്പെടുകയും പുള്ളിയുടെ ഡ്രൈവറിനെയും കൂട്ടുകാരികളെയും അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി എന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. രണ്ട് കൂട്ടുകാരികൾക്കും മുൻകൂർ ജാമ്യം അനുവദിച്ചു. ഇവിടുത്തെ ചർച്ച തൊപ്പി ഒളിവിൽ പോയി, തൊപ്പിക്ക് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ്. പക്ഷെങ്കിൽ ഇതിന് നമ്മൾ അത് ഒരു വശത്ത് നടക്കുമ്പോൾ ഇതൊരു സൂചനയാണ്. തൊപ്പി എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ കുട്ടികളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസറാണ്. അത് പുള്ളിയുടെ ടൈപ്പ് ഓഫ് വീഡിയോ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്നിരുന്നാലും പുള്ളി വരുന്നിടത്ത് കൊച്ചു പിള്ളേര് 7 തൊട്ട് ഒരു 10-20 വയസ്സ് വരെയുള്ള പിള്ളേര് കൂടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോ പിള്ളേരിൽ ഈ ഒരു അവസ്ഥ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ശരിക്കും ഒരു നിർഭാഗ്യമാണ്, അല്ലെങ്കിൽ ഒരു സങ്കടമാണ്. ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് അധികമായിട്ടും ഇപ്പൊ കുറച്ചു നാളായിട്ട് രാസലഹരി ഉപയോഗിക്കുന്നു, പിടിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഈയിടെ ഒരു വിക്കി തഗ് എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടായിരുന്നു, പിന്നെ ഷൈൻ ടോം ചാക്കോ, പിന്നെ കുറെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാര്, ഇവരെയൊക്കെ രാസലഹരിയായിട്ട് പിടിക്കപ്പെടുന്നു. അത് സോഷ്യൽ മീഡിയയിൽ വരുന്നു, ഇത് ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പോ നമുക്ക് ഇത് ആശങ്ക ഉണ്ടാക്കുന്നത് നമ്മുടെ വരും തലമുറയിലേക്ക് പോക്കിനെയാണ് ഇതൊരു ആശങ്കാജനകമായിട്ട് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഈ MDMA എന്താണ്, അത് എങ്ങനെയാണ് ശരീരത്തില് ഉന്മാദം ഉണ്ടാക്കുക, അത് എന്താണ് ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ദോഷങ്ങൾ, അത് എന്താണ് തലമുറയിലേക്ക് എത്തിപ്പെടുന്ന ദോഷങ്ങള്, നമ്മളുടെ ഈ ഒരു സമൂഹത്തിന്റെ കൾച്ചർ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മൾ ഈ കൾച്ചർ ഏത് കൾച്ചറിനെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്, ഇതിന്റെയൊക്കെ ഒരു ദൂഷ്യവശങ്ങൾ എന്താണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. കാര്യം വരും തലമുറ ഇതിൽ നിന്നും ഒന്ന് മാറിപ്പോകണം എന്ന്, അതായത് രാസലഹരി ഉപയോഗിക്കുന്ന പ്രവണതയിൽ നിന്നും മാറിപ്പോണം എന്നുള്ള ഒരു ആശയക്കാരനാണ് ഞാൻ. അപ്പോ നമുക്ക് നോക്കാം ഈ MDMA എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1912 ജർമ്മനിയിൽ കണ്ടുപിടിച്ച 3,4 മെഥലീൻ ഡയോക്സി മെത്ആംഫിറ്റമിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തുവാണ്. ഇത് ബ്ലീഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം തീരുമാനിച്ചത്. പക്ഷേ അതിന്റെ എഫക്റ്റ് വേറെ ഒന്നായിരുന്നു. 1960-കളിൽ 70-കളിൽ 80-കളിലൊക്കെ CIA US മിലിറ്ററിക്ക് വേണ്ടി അവരുടെ മനഃശക്തിക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാൻ ശ്രമിച്ചു. പിന്നീടുള്ള പിടുത്തത്തില് ഇതിന്റെ സൈഡ് എഫക്ട് രൂക്ഷമായ സാഹചര്യത്തില് അവര് ഇത് ഡ്രഗ് കൺട്രോൾ എന്ന രീതിയിൽ അത് ഭയങ്കര കൺട്രോൾ ചെയ്ത് കൈകാര്യം ചെയ്യുന്ന ഒരു കെമിക്കലായിട്ട് കാണുകയും 1970-കളിൽ EDM കൾച്ചർ, അതായത് ഒരു ഹിപ്പി ടൈപ്പ് കൾച്ചർ, ഈ ഇലക്ട്രോണിക് ഡാൻസ് മ്യൂസിക് കൾച്ചർ എന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ അനുകരിച്ചു വരുന്ന പബ് നിശാ പാർട്ടി, അങ്ങനെയുള്ള കൾച്ചറിൽ ഇതിന്റെ ഒരു അതിപ്രസരം കൂടുകയാണ്. എപ്പോഴും നമ്മുടെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയുടെ ഒരു കൾച്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 50 വർഷത്തെ ഒരു പിന്നോട്ട് വരവ് ഇന്ത്യയിൽ ഉണ്ട്. നമ്മളെപ്പോഴും അവരെ അനുകരിക്കാനാണ് നോക്കുന്നത്. പക്ഷേ നമ്മൾ അനുകരിക്കുമ്പോൾ നമ്മളുടെ ജാതി, മത, വർണ്ണ, ലാംഗ്വേജ് ഒക്കെ അനവധിയാണ് നമുക്ക്. അപ്പോ നമുക്ക് ഒരിക്കലും അവരെ അനുകരിക്കണമെങ്കിൽ അത് ദൂഷ്യവശങ്ങളിലേക്ക് നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ പോകുള്ളൂ. അപ്പോൾ ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഇപ്പോഴുള്ള തലമുറയിൽ ഒരു EDM കൾച്ചറിന്റെ ഒരു അതിപ്രസരം ഉണ്ടായിരിക്കുകയാണ്. ഇലക്ട്രോണിക് ഡാൻസ് മ്യൂസിക് കൾച്ചറിന്റെ ഒരു അതിപ്രസരം ഉണ്ടായി. ഈ കൾച്ചറിന് തന്നെ അത് വേറൊരു വീഡിയോയിൽ പറയാം, ഒരു സെറ്റപ്പ് ഉണ്ട്, ഒരു മോട്ടീവ് ഉണ്ട്. അപ്പോ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒരു ആശങ്കാജനകമായ കാര്യമാണ്. കാര്യം നിശാ പാർട്ടികൾ എല്ലാ വീക്കെൻഡിലും എറണാകുളത്തും തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെ നടക്കുന്നു. MDMA അതിപ്രസരം ഇതിനകത്തുണ്ടാകുന്നു. അപ്പോൾ MDMA ശരീരത്തിൽ എങ്ങനെയാണ് ഈ ഉന്മാദം എക്സ്റ്റസി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ നാഡി വ്യൂഹങ്ങളുണ്ട്. ഈ നാഡി വ്യൂഹത്തിന്റെ എക്സൈറ്റേഷൻ, അതായത് കെമിക്കൽസ് ഉണ്ട്, ഡോപ്പമിൻ, സെറാറ്റോണിൻ, നോറാഫിറ്റമിൻ എന്ന് പറയുന്ന കെമിക്കൽസ്. അതായത് നമ്മുടെ വീട്ടിനകത്ത്
വയറിങ് നടത്തുക, അതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുക എന്ന് പറയും. കറണ്ട് എന്ന് പറയുന്ന സാധനമാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ചിന്താശേഷി, നമ്മളുടെ ഇന്ദ്രിയങ്ങള്, വിശപ്പ്, ദാഹം, ചൂടിന്റെ കൺട്രോൾ, ഇതൊക്കെ ഈ നാഡീവ്യൂഹത്തിന്റെ കൺട്രോളിലാണ് പോകുന്നത്. അപ്പോൾ ഈ നാഡീവ്യൂഹത്തിന്റെ ഈ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഓവർ പ്രൊഡക്ട്, അതായത് ഈ ട്രാൻസ്മിറ്റേഴ്സിന്റെ അമിതമായിട്ടുള്ള പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നതാണ് ഈ MDMA എന്ന് പറയുന്ന സാധനം. ഈ MDMA ലിവറിൽ കൂടെയും കിഡ്നി കൂടെയും അത് പുറം തള്ളപ്പെടും. കിഡ്നിക്കും ലിവറിനും ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ലോങ് ടേം യൂസ് ചെയ്യുമ്പോൾ ഒരു മനുഷ്യന്റെ ശാരീരിക ക്ഷമത, മാനസിക ക്ഷമത, തലമുറയുടെ മാറ്റം, അതായത് ആ സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന നാശം, ഇതൊക്കെ ഭയങ്കര രൂക്ഷമാണ്. ഒരു വ്യക്തിയെ ഹാർട്ട് കംപ്ലൈന്റ്, പ്രഷർ, ഹീറ്റ് സ്ട്രോക്ക് എന്ന് വേണ്ട ഈ എല്ലാവിധ രോഗിയാക്കുകയാണ്. മാനസിക ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിപ്രഷൻ, ആങ്സൈറ്റി, സോഷ്യൽ വിഡ്രോവൽ, അഗ്രഷൻ, ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ വരും തലമുറയിൽ എപ്പിജെനറ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾ, അതായത് ഉണ്ടാകുന്ന കുട്ടിക്ക് ആരോഗ്യം, പ്രതിരോധന ശക്തി, വളർച്ച, ഇതൊക്കെ ബാധിക്കും. അപ്പൊ ഒരു വ്യക്തിയെ, ഒരു തലമുറയെ തന്നെ മാറ്റുന്ന ഒരു കെമിക്കലാണ് ഈ MDMA എന്ന് പറയുന്ന രാസലഹരികൾ. അപ്പോ ഞാൻ പറയുന്നത്, നമ്മളുടെ പോലീസ് സേന അല്ലെങ്കിൽ നമ്മളുടെ നിയമ സംഹിത കൂടുതൽ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വരും തലമുറയെ ഈ ഒരു ലഹരി ഉപയോഗത്തിൽ നിന്നും മാറ്റിയെടുക്കണം എന്നുള്ള ഒരു ആശയക്കാരനാണ്. അതുപോലെ തന്നെ ഈ കൾച്ചറൽ വേരിയേഷൻ, ഇപ്പം വരുന്ന പുതിയ തലമുറയുടെ ഡാൻസ് പാർട്ടി, അത് വേണ്ട എന്നല്ല പറയുന്നത്. കൂടുതലായിട്ടുള്ള നമ്മളുടെ സന്തോഷവും ഉന്മാദവും ഒക്കെ ഇതിലേക്ക് ഈ നമ്മളെ, അതായത് MDMAയുടെ ഉപയോഗത്തിലേക്ക് ഈ സമൂഹത്തിനെ തള്ളിവിടുകയാണ്. അപ്പോ അത് വേണ്ട എന്നല്ല പറയുന്നത്, അതായത് നിശാപാർട്ടികൾ വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഈ നിശാപാർട്ടി നടക്കുന്നത് ഒരു പോലീസ് വലയത്തിലായാലും, അല്ലെ പോലീസിന് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണ ചുമതല അവിടെ ഉണ്ടായിരിക്കണം, അവരുടെ ഒരു കണ്ണുണ്ടായിരിക്കണം. സ്കൂളുകളിൽ, വരാന്തകളിൽ, കോളേജുകളിൽ, ഇതെല്ലാം ഒരു പോലീസ്, ഒരു സെപ്പറേറ്റ് വിങ് തന്നെ ഇതിന് വേണ്ടി വരണം. കഠിനമായ പണിഷ്മെന്റ് മുറകളിലേക്ക് പോകണം എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് എൻ്റെ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ എൻ്റെ ഒരു വീക്ഷണം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഉന്മാദം അല്ലെങ്കിൽ ലഹരി നമ്മളുടെ മനസ്സിൽ നിന്നും ഉണ്ടായി വരണം. അത് നമ്മളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിനെ, ദൈവം തന്ന ആരോഗ്യത്തിനെ നമ്മുടെ ചിന്താശേഷിയിൽ കൂടിയും നമ്മുടെ പ്രവർത്തന ശൈലിയിൽ കൂടിയും വായനയിൽ കൂടിയും അതിനെ വളർത്തിയെടുക്കുക എന്നുള്ളതായിരിക്കണം. അതായിരിക്കണം നമ്മുടെ ലഹരി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപേക്ഷ ഒരു തമാശ രൂപേണ ഞാൻ പറയാം, വീടുള്ള ഓരോ വീട്ടിലും ഒരു 5-6 കോഴിയെ, നാടൻ കോഴിയെ വളർത്തുക, നാടൻ മുട്ട കഴിക്കുക, ജിമ്മിൽ പോവുക, ആഴ്ചയിൽ ഒരു 3-4 ദിവസം വർക്കൗട്ട് ചെയ്യുക, റിഗ്രസ് അല്ല, പയ്യെ പയ്യെ നിങ്ങൾ ആരോഗ്യവാന്മാരാകും, നിങ്ങൾ നാളെയുടെ വാഗ്ദാനമാകും. അപ്പോ നമ്മളുടെ ലഹരി നമ്മളിൽ നിന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, തൊപ്പി അത് ഉപയോഗിക്കത്തില്ല എന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ് ഞാൻ. അങ്ങനെ ഇനി ഒരു ഇൻഫ്ലുവൻസേഴ്സ് ഇത് ഉപയോഗിക്കരുതേ, അല്ലെങ്കിൽ ഉപയോഗിക്കരുതേ എന്നുള്ളൊരു ആശക്കാരനാണ് ഞാൻ. എനിക്കറിയാം, സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ നമുക്ക് എല്ലാവർക്കും അറിയാം. അയാൾ ഒരു ഇന്റർവ്യൂവിന് പറഞ്ഞിട്ടുണ്ട്, ഒരു മുറുക്കാൻ പോലും ചവച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന്. എനിക്ക് അദ്ദേഹത്തിനെ പേഴ്സണലായിട്ട് അറിയുകയും ചെയ്യാം. അപ്പോൾ ഓരോ ഇൻഫ്ലുവൻസേഴ്സും പിള്ളേരെയും സമൂഹത്തിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും ഇങ്ങനെയുള്ള ലഹരിയിൽ നിന്നും മാറി നിൽക്കണം, അല്ലെങ്കിൽ അവർക്ക് അതിനൊരു ചിന്ത വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.